ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 1000 രൂപയ്ക്കൊരു പുതിയ വരുമാന മാർഗം എങ്ങനെ നേടാം എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കോഴി അട വയ്ക്കുന്ന രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക, നമ്മളൊരു എന്തെങ്കിലും ഒരു ടബ്ബോ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ ഇങ്ങനെ മരപ്പൊടിയോ പിന്നെ അറക്കപ്പൊടിയോ അതോ തുണിയോ എന്ത് വേണോ നമുക്കതിനകത്ത് യൂസ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നല്ല പൂവനുള്ള വീടുകളിൽ നിന്നുള്ള മുട്ടകൾ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഈ മുട്ടകളെല്ലാം ഞാൻ ഇന്ന് 2 കോഴിക്കാണ് അട വയ്ക്കുന്നത് ഒരുമിച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുമിച്ചാണ് ചിലപ്പോഴൊക്കെ ചെയ്യാറ്. എനിക്ക് ഒരുപാട് കോഴികളുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എന്താണ് അഴുക്കൊക്കെ കാണാം. അഴുക്കുള്ള മുട്ടകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ച് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. പൊട്ടിയതോ 7 ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ളതോ പിന്നെ വെള്ളത്തിൽ കഴുകിയതോ വെള്ളം നനഞ്ഞതോ ആയ മുട്ടകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും എന്ത് ചെയ്യില്ല, വിരിയില്ല, അതെല്ലാം കേടായിപ്പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ മുട്ടകളുടെ കാര്യം ഇത്രയൊക്കെയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 2 കോഴിയാണ് ഞാൻ അട വയ്ക്കുന്നത്. ഞാൻ കൂടിനകത്താണ് വയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കുക. നമുക്ക് എന്ത് സാധനം, ഒരു ബക്കറ്റോ നമുക്ക് എന്തെങ്കിലും ബേസ്ബോർഡ് പെട്ടിയോ എന്തിന് വേണോ വയ്ക്കാം കേട്ടോ. നമ്മൾ ഈ കോഴികൾ തന്നെ ഇറങ്ങിയിരുന്നോണ്ട് നമ്മൾ ബലം പ്രയോഗിച്ചൊന്നും പിടിച്ച് വയ്ക്കാനൊന്നും പോകണ്ട. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നിൽക്കും. ഒരു ദിവസം ഒരു നേരമേ തുറന്ന് വിടാവൂ. നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക, നല്ല വെള്ളം കൊടുക്കണം. അരമണിക്കൂറോ 3/4 മണിക്കൂറോ നിന്നെന്ന് പറഞ്ഞ് നമുക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് തന്നെ കയറിക്കോളും. പിന്നെ 21 ദിവസം വരെ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 9 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ മുട്ടകൾ വിരിയും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനുള്ള ചെക്കിങ്ങിൻ്റെ സംവിധാനമൊക്കെ ഉണ്ട്. ആ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നതായിരിക്കും.